സിനിമ തുടങ്ങുമ്പോൾ കാണുന്നത് ജൂൺ വു രാവിലെ വളരെ നേരം വൈകിയാണ് ഉണർന്നത്. അത്യാവശ്യമായി പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള കുറിപ്പും പൈസയും വീട്ടുകാർ അവിടെ വെച്ചിരിക്കുന്നത് അവൻ കാണുന്നു. പക്ഷേ അവനത് ശ്രദ്ധിക്കാതെ ഒരു സ്ട്രീമിനായി കൂട്ടുകാർക്കൊപ്പം ഓൺലൈൻ ഗെയിം കളിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ട്. ടി വി വെച്ച് വാർത്ത കാണാൻ അവൻ്റെ കൂട്ടുകാരൻ അവനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ടി വിയിൽ എമർജൻസി സിഗ്നൽ മാത്രമേ കാണുന്നുള്ളൂ. പെട്ടെന്ന് വീടിന് പുറത്തേക്ക് നോക്കിയ ജുൺവു കാണുന്നത് സോംബികൾ നഗരം പിടിച്ചെടുക്കാനായി മനുഷ്യരെ ഭയാനകമായി ആക്രമിക്കുന്നതാണ്. തെരുവുകളിൽ മുഴുവൻ കലാപത്തിൻ്റെ ശബ്ദങ്ങളും വാഹനങ്ങൾ പരസ്പരം ഇടിച്ച് തകർന്ന സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കാണുന്നത്. തൻ്റെ ബിൽഡിങ്ങിലും അക്രമങ്ങൾ നടക്കുന്നതായി ജുൺവുവിന് മനസ്സിലാവുന്നു. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങാനായി വാതിൽ തുറന്ന ജുൺവുവിനെ തട്ടിമാറ്റി അനുവാദമില്ലാതെ അയൽക്കാരനായ സാങ്ചുൾ അകത്തേക്ക് ഓടിക്കയറുന്നു. സോംബിയായി മാറിയ സ്വന്തം സഹോദരനിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അപ്പാർട്ട്മെൻറ്റിൽ അഭയം തരണമെന്ന് സാങ്ചുൾ അപേക്ഷിക്കുന്നു. എന്നാൽ ജുൺവു പേടിച്ച് അവനെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. അതേസമയം തന്നെ ടി വിയിൽ പ്രധാന വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗം പടരുന്ന ഒരു വൈറസ് കാരണം മനുഷ്യർ സോംബികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിൽ നിന്ന് രക്തസ്രാവം വരികയും അവർ നരഭോജികളാവുകയും ചെയ്യുന്നതാണ് ലക്ഷണങ്ങൾ. ഇത് കേട്ടതും ഒരു കത്തി കയ്യിലെടുത്ത് സാങ്ചുളിനെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ്റെ കയ്യിലെ മുറിവ് എങ്ങനെ ഉണ്ടായതാണെന്ന് ജുൺവു ദേഷ്യത്തോടെ ചോദിക്കുന്നു. എന്നാൽ മുറിവ് ഒരു ഇൻഫെക്ഷൻ്റെയും കാരണമല്ല, അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് സാങ്ചുൾ വാദിക്കുകയാണ്. പക്ഷെ പിന്നീട് സാങ്ചുളിന് ബോധം നഷ്ടപ്പെടുകയും സോംബിയായി പരിണമിച്ച് ജൂൺവുവിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ജൂൺവു തൻ്റെ ശക്തി മുഴുവൻ സംഭരിച്ചുകൊണ്ട് സാങ്ചുളിനെ തള്ളി പുറത്താക്കി വാതിലടയ്ക്കുന്നു. എന്നിട്ടൊരു ഫ്രിഡ്ജും കൂടി വലിച്ചു കൊണ്ടുവന്ന് വാതിലിനോട് ചേർത്ത് വയ്ക്കുന്നു. ജൂൺവു പേടിച്ച് തൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കാനായി ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും ആരും കോൾ എടുക്കുന്നില്ല. പെട്ടെന്ന് അവന് അമ്മയുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ്. അവരെല്ലാവരും സുരക്ഷിതരാണ്, അതുകൊണ്ട് അവരെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട. രക്ഷാസൈന്യം വരുന്നതുവരെ പുറത്തിറങ്ങരുതെന്നും അമ്മ നിർദ്ദേശിക്കുന്നു. 60 ദിവസം വരെയെങ്കിലും പുറത്തിറങ്ങാതെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണവും വെള്ളവും കയ്യിൽ കരുതി വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള വാർത്തയാണ് പിന്നീട് ടി വിയിൽ കേൾക്കുന്നത്. കാലത്ത് കടയിൽ പോകാനുള്ള നിർദ്ദേശം താൻ പാലിച്ചില്ലല്ലോ എന്നോർത്ത് ജൂൺവു വളരെയധികം ദുഃഖിക്കുന്നു. ഇനിയും എത്രത്തോളം ഭക്ഷണ സാധനങ്ങൾ കൈവശം ബാക്കിയുണ്ടെന്ന് ജൂൺവു എണ്ണി തരംതിരിക്കുന്നു. പിന്നീട് നിങ്ങൾ അതിജീവിക്കണം എന്ന ഒരു കുറിപ്പെഴുതി കുടുംബ ഫോട്ടോയിൽ ഒട്ടിക്കുന്നു. പിറ്റേന്ന് രാവിലെ ടി വിയിൽ സോംബികൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ഒരു പ്രൊഫസർ വിശദീകരിക്കുന്നത് ജുൺവു കാണുന്നു. തലച്ചോറിൻ്റെ വലതുഭാഗത്ത് ബാധിക്കുന്ന മ്യൂട്ടേറ്റഡ് വൈറൽ അണുബാധയിലൂടെയാണ് സോംബികൾ ഉണ്ടാവുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നു. ജുൺവു വീണ്ടും കോളുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ധാരാളം ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾ അറിയാൻ അഡ്രസ്സ് സഹിതം ഹാഷ്ടാഗിന് കീഴിൽ പോസ്റ്റ് ചെയ്യുന്നതും അന്വേഷിക്കുന്നതും അവൻ കാണുന്നു. തനിക്കും സഹായം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജൂൺവു തൻ്റെ അഡ്രസ്സോടുകൂടിയ പോസ്റ്റർ കയ്യിൽ പിടിച്ചിരിക്കുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കുകയും താൻ അതിജീവിക്കണം എന്ന ഹാഷ്ടാഗിൽ പോസ്റ്റ് ചെയ്യുന്നു. പിന്നീട് വളരെ ഉയരത്തിലുള്ള ബാൽക്കണിയിൽ സെൽഫി സ്റ്റിക്കിൽ ഘടിപ്പിച്ച ഫോണുമായി തൂങ്ങിക്കിടക്കുന്ന ഒരാളുടെ ലൈവ് സ്ട്രീം അവൻ കാണുന്നു. പക്ഷേ അയാൾ കാലുതെന്നി വീഴുകയും സ്ട്രീം അവസാനിക്കുകയും ചെയ്യുന്നു. ജൂൺവു തൻ്റെ കെട്ടിടത്തിലെ മറ്റു അപ്പാർട്ട്മെൻറ്റുകളുടെ അവസ്ഥ അറിയാൻ ഡ്രോൺ അയക്കുകയാണ്. അതിലൂടെ മിക്ക അപ്പാർട്ട്മെൻറ്റുകളിലും സോംബികൾ ഉള്ളതായി അവൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് അച്ഛൻ വിളിക്കുന്നു. കോൾ എടുക്കാനായി അവൻ ഡ്രോൺ തിരികെ വരുത്തുന്നു. പക്ഷേ ബാറ്ററി ലോ ആവുകയാണ്. എന്നാൽ പിന്നെ ഒരു ഓൺലൈൻ ഗെയിം കളിക്കാമെന്ന് കരുതിയപ്പോൾ ഇൻ്റർനെറ്റും തീരുകയാണ്. ഒരു കാറിൻ്റെ അലാം ശബ്ദം കേട്ടാണ് വൈകുന്നേരം ജുൺവു ഉണരുന്നത്. ജനാലയിലൂടെ പുറത്ത് നോക്കിയപ്പോൾ ഒരു പോലീസ് ലേഡി സോംബികളായി മാറിയ തൻ്റെ സഹപ്രവർത്തകർക്ക് നേരെ വെടിയുതിർക്കുന്നതാണ് അവൻ കാണുന്നത്. നിർഭാഗ്യവശാൽ ആ ലേഡിയുടെ തോക്കിലെ ഉണ്ടകൾ തീരുകയും വീണ്ടും ലോഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ സോംബികൾ കൂട്ടമായി അവളെ ആക്രമിച്ച് വലിച്ചഴച്ച് സോംബികളുടെ മറ്റൊരു തെരുവിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് കണ്ടുനിന്ന ജുൺവു ഉച്ചത്തിൽ നിലവിളിക്കുന്നു. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ സോംബികൾ ആ ലേഡിയെ കൊണ്ടുപോകുന്നു. ജൂൺവുവിൻ്റെ നിലവിളി കേട്ട ശക്തനായൊരു സോംബി അവൻ്റെ വാതിലിൽ ഇടിക്കാനും തടയായി വെച്ച ഫ്രിഡ്ജ് തള്ളിമാറ്റാനും ശ്രമിക്കുന്നു. വാതിൽ അടച്ചുപിടിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശക്തനായ ആ സോംബി വാതിൽ തുറക്കുന്നു. രക്ഷപ്പെടാനായി അവൻ വേഗം ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടി അവിടെ പിടിച്ചു നിൽക്കുന്നു. അവനെ പിന്തുടർന്നു വന്ന ആ സോംബി റെയിലിങ്ങിൻ്റെ മുകളിലൂടെ നിലത്തേക്ക് വീഴുന്നു. പിന്നീട് ജുൺവു കാണുന്നത് തെരുവുകളിൽ കൂട്ടമായി നടക്കുന്ന സോംബികളെയാണ്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ സോംബിയായി മാറിയ പോലീസ് ലേഡിയെയും കൂടി കണ്ടപ്പോൾ അവന് വിഷമമാകുന്നു. അതിനുശേഷം അവൻ വാതിലടച്ച് കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ശ്രമം തുടരുന്നു. പക്ഷേ നേരത്തെ വന്ന സോംബിയുടെ പരാക്രമത്തിൽ തൻ്റെ ഭക്ഷണ സാധനങ്ങളിൽ കുറെ നശിച്ചു പോയതായി കണ്ട അവൻ സങ്കടപ്പെടുന്നു. രാത്രിയിൽ അവൻ തൻ്റെ അവസ്ഥയെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഫോളോവേഴ്സിന് അപ്ലോഡ് ചെയ്യുകയാണ്. 7-ാം ദിവസമായപ്പോഴേക്കും മാനസിക നില തകർന്ന ജുൺവു തൻ്റെ അച്ഛൻ്റെ മദ്യം കുടിക്കാൻ തുടരുന്നു. പിന്നീട് അവൻ ജനാലകൾ നിറമുള്ള പേപ്പറുകൾ വെച്ച് കവർ ചെയ്യുന്നു. അതിനാൽ അവനെ പുറത്തുനിന്ന് ആർക്കും കാണാൻ കഴിയുന്നില്ല. ടി വിയിൽ വാർത്ത കാണുകയാണ് ജുൺവു.
രക്തവുമായി സമ്പർക്കം പുലർത്തിയതിലൂടെ മാത്രമേ അണുബാധയുണ്ടായി അത് മറ്റുള്ളവരിലേക്ക് പടരുകയുള്ളൂ എന്നവൻ മനസ്സിലാക്കുന്നു. അതിനാൽ കടിയേൽക്കുന്നതും കുത്തേൽക്കുന്നതുമായ മുറിവുകൾ ഒഴിവാക്കാൻ സാധിച്ചാൽ സുരക്ഷിതനാവാമെന്ന് അവൻ അറിയുന്നു. സോംബികളായി തീർന്നവർക്ക് വളരെ ശക്തിയും മികച്ച ഇന്ദ്രിയശേഷിയും ലഭിക്കുന്നതിനാൽ അവർക്ക് ബലമുള്ള വാതിലുകൾ പോലും നിഷ്പ്രയാസം തുറക്കാൻ സാധിക്കും. സാധാരണ മനുഷ്യരെ പോലെ ജോലികൾ ചെയ്യാനും പെരുമാറാനും വരെ ചില അവസരങ്ങളിൽ സോംബികൾക്ക് സാധിക്കും എന്ന് വാർത്തയിൽ പറയുന്നത് അവൻ കേൾക്കുന്നു. പിന്നീട് അവൻ TV-യിൽ ന്യൂഡിൽസിൻ്റെ പരസ്യം കാണുന്നു. അത് കണ്ട് അവൻ സന്തോഷത്തോടെ ഒരു പാത്രം ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ ഭക്ഷണമാണ് അവൻ കഴിച്ചു തീർത്തതെന്ന് അവന് പിന്നീടാണ് മനസ്സിലാവുന്നത്. ആ സങ്കടത്തിൽ അറിയാതെ കൈതട്ടി വാട്ടർ ബോട്ടിൽ മറിഞ്ഞ് വെള്ളം വീണുപോകുന്നു. മേശയിൽ നിന്ന് കുറച്ച് തുള്ളി വെള്ളം മാത്രമേ വലിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. 10-ാം ദിവസം ജൂൺവു മറ്റൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. വീടിന് പുറത്തിറങ്ങാൻ പറ്റാതെ ഭക്ഷണവും വെള്ളവുമില്ലാതെ കഴിയുന്ന തൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അവൻ പറയുന്നത്. 15-ാം ദിവസം ഒരു ശബ്ദം കേട്ട് നോക്കുന്ന ജൂൺവു കാണുന്നത് തൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന കുടുംബത്തെയാണ്. സന്തോഷത്തോടെ കണ്ണു തുറന്ന അവൻ താൻ കണ്ടത് സ്വപ്നമായിരുന്നെന്ന് മനസ്സിലാക്കി സങ്കടപ്പെടുന്നു. വീടിന് പുറത്തിറങ്ങരുത് എന്നൊരു സന്ദേശം അവൻ്റെ അമ്മ അവന് അയക്കുന്നു. എന്നാൽ ബാക്കി സംഭാഷണങ്ങൾ അവന് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല. കോൾ കട്ടാകുന്നു. വീണ്ടും തൻ്റെ മാതാപിതാക്കളുമായി സംസാരിക്കാനുള്ള സിഗ്നലിനായി അവൻ അതിസാഹസികമായി ബാൽക്കണിയുടെ മുകളിൽ നിൽക്കുന്നു. നിർഭാഗ്യവശാൽ ഒരു സോംബി അവൻ്റെ കുടുംബത്തെ ആക്രമിക്കുമ്പോൾ കോൾ അവസാനിക്കുന്നു. തൻ്റെ മാതാപിതാക്കൾ മരിച്ചുവെന്ന് കരുതി ജുൺവു പൊട്ടിത്തെറിക്കുന്നു. തൻ്റെ ലിവിംഗ് റൂമിലെ എല്ലാ സാധനങ്ങളും അവൻ വലിച്ചെറിയുന്നു. അതുകൊണ്ടും അവൻ്റെ ദേഷ്യം അവസാനിക്കാത്തതിനാൽ പുറത്തിറങ്ങി ഒരു ഗോൾഫ് ക്ലബ്ബുമായി സോംബിയെ അത് മരിക്കുന്നത് വരെ അവൻ അടിക്കുന്നു. ഈ ശബ്ദം കേട്ട് ഒരു കൂട്ടം സോംബികൾ തിരിച്ച് അവനെ ആക്രമിക്കാൻ വരുന്നു. ഭയന്നുപോയ ജുൺവു പെട്ടെന്ന് ഓടിപ്പോയി ഒളിക്കുന്നു. അവർ പോയതിന് ശേഷം ജൂൺവു തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. വഴിയിൽ വെച്ച് ഒരു അന്ധനായ സോംബിയെ കണ്ടുവെങ്കിലും അവൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ശബ്ദം കേട്ട് കുറച്ച് സോംബികൾ വന്നെങ്കിലും അവനെ പിടിക്കാൻ കഴിയുന്നില്ല. 20-ാം ദിവസം പുറത്തുനിന്ന് ചില സ്ഫോടനങ്ങളുടെ ശബ്ദം കേൾക്കുകയാണ് ജുൺവു. പുറത്തേക്ക് നോക്കുമ്പോൾ സിറ്റികളിൽ ബോംബിടുന്നതായി അവന് മനസ്സിലാകുന്നു. എല്ലാ പ്രതീക്ഷയും നശിച്ച ജൂൺവു ഒരു സ്റ്റൂളിൽ കയറി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. പെട്ടെന്ന് ജനാലയിലൂടെ ഒരു ലേസർ ബീം അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയും അവൻ്റെ ശ്രദ്ധ തിരിയുകയും ചെയ്യുന്നു. ജൂൺവു പെട്ടെന്ന് സ്വയം മോചിപ്പിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നു. അപ്പോൾ എതിർവശത്തെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബൈനോക്കുലറിലൂടെ തന്നെ നിരീക്ഷിക്കുന്ന യൂബിനെ അവൻ കാണുന്നു. താൻ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കിയ ജൂൺവു സന്തോഷിക്കുന്നു. കൈകൊണ്ട് ആംഗ്യഭാഷയിലൂടെ നാളെ രാവിലെ 7 മണിക്ക് പരസ്പരം കാണാമെന്ന് അവർ ഉറപ്പിക്കുന്നു. പിന്നീട് കാണുന്നത് യൂബിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾവശമാണ്. സോംബികളെ അതിജീവിക്കാനുള്ള ധാരാളം ഉപകരണങ്ങൾ അവിടെ കാണാനുണ്ട്. മുൻവശത്ത് തന്നെ സോംബികളെ കുടുക്കാനുള്ള ഒരു കെണിയും അവൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷീണം മൂലം അമിതമായി ഉറങ്ങിയതിനാൽ പിറ്റേന്ന് രാവിലെ ജൂൺവു വൈകിയാണ് എഴുന്നേൽക്കുന്നത്. ജനാലയിലൂടെ പുറത്തു നോക്കിയ അവൻ അപ്പുറത്ത് തന്നെ കാത്തിരിക്കുന്ന യൂബിനെ കാണുന്നു. ആംഗ്യഭാഷയിലും ഫോണിലൂടെയും അവർ തങ്ങളുടെ പേരുകളും കുറച്ച് വിവരങ്ങളും കൈമാറുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് യൂബിൻ പിന്നീട് കാണാമെന്ന് പറഞ്ഞ് മറയുന്നു. തുടർന്ന് തൻ്റെ കെണിയിൽപ്പെട്ട ഒരു സോംബിയുടെ മുൻപിൽ കോടാലി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന യൂബിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അവൾ ധൈര്യം സംഭരിച്ച് ആ സോംബിയെ കൊല്ലുന്നു. അന്ന് രാത്രി മഴ പെയ്യാൻ തുടങ്ങി. ജൂൺവുവും യൂബിനും അവരവരുടെ പാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കുകയാണ്. യൂബിൻ തൻ്റെ ചെടികൾക്കും വെള്ളം ഒഴിക്കുന്നു. ജൂൺവുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിയ യൂബിൻ 8-ാം നില ആളൊഴിഞ്ഞു കിടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. പിറ്റേന്ന് രാവിലെ ജൂൺവു നേരത്തെ ഉണർന്നെങ്കിലും വിശപ്പ് കാരണം വളരെ അസ്വസ്ഥനാവുകയാണ്. ഇത് ശ്രദ്ധിച്ച യൂബിൻ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ ബാൽക്കണിയിലേക്ക് കയർ ചുറ്റി ഒരു ബോൾ എറിയാൻ ശ്രമിച്ചെങ്കിലും അത് ലക്ഷ്യത്തിലെത്താതെ നിലത്ത് വീഴുന്നു. ജൂൺവു ആണെങ്കിൽ ബുദ്ധിപൂർവ്വം തൻ്റെ ഡ്രോണിൽ ഒരു കയർ കെട്ടി യൂബിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. എന്നിട്ട് കയറിൻ്റെ 2 അറ്റവും 2 വശത്തും ഉറപ്പിച്ച് കെട്ടി കുറച്ച് ഭക്ഷണവും വെള്ളവും യൂബിൻ കയറിലൂടെ ജൂൺവുവിന് എത്തിക്കുന്നു. എന്നിട്ട് സാവധാനം കഴിക്കാനും ആംഗ്യം കാണിക്കുന്നു. അതിനിടയിൽ നിലത്ത് വീണ പന്ത് ഒരു സോംബി എടുത്തതായി ജൂൺവു കാണുന്നു. ആ സോംബി ആ പന്തിൻ്റെ കയറിൽ പിടിച്ച് വലിക്കുകയും മറുവശത്തുള്ള കയർ കെട്ടിയിട്ടുള്ള മേശ പിടിച്ച് വലിച്ചടിച്ച് യൂബിനെ ഇടിക്കുകയും നിലത്ത് വീണ അവളുടെ ബോധം പോവുകയും ചെയ്യുന്നു. പക്ഷേ മേശ ബാൽക്കണിയുടെ കൈവരിയിൽ കുടുങ്ങിയതിനാൽ സോംബി കയറിൽ പിടിച്ച് കയറാൻ തുടങ്ങി. ജൂൺവു അതിനെ തടയാൻ വേണ്ടി ഒഴിഞ്ഞ കുപ്പികളെടുത്ത് എറിയുന്നുണ്ടെങ്കിലും അത് ലക്ഷ്യത്തിലെത്തുന്നില്ല. പിന്നീട് അവൻ തൻ്റെ ഡ്രോൺ അയച്ച് സോംബിയെ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. എന്നാൽ അവൻ്റെ ശബ്ദം കേട്ട സോംബികൾ വാതിലിൽ ശക്തിയായി ഇടിക്കാൻ തുടങ്ങിയതും അവൻ വല്ലാതെ പേടിക്കുന്നു. എന്നാലും ഡ്രോണിൻ്റെ നിയന്ത്രണം പോകാതെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ സോംബി ആ ഡ്രോണിനെ നശിപ്പിക്കുന്നു. വീണ്ടും സോംബി കയറാൻ തുടങ്ങുമ്പോൾ യൂബിൻ ഉണരുകയും സോംബിയെ തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. യൂബിൻ കണ്ണാടിയിൽ അവളുടെ മുറിവുകൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ശക്തനായിരിക്കൂ എന്ന ജൂൺവുവിൻ്റെ ഫോൺ സന്ദേശം അവൾക്ക് കിട്ടുന്നു. പിന്നീട് തൻ്റെ പക്കലുള്ള ആഹാര സാധനങ്ങൾ കുറഞ്ഞു വരുന്നതായി ജൂൺവു കാണുന്നു. പക്ഷേ തൻ്റെ കുടുംബത്തിനു വേണ്ടി താൻ ജീവിച്ചിരുന്നേ മതിയാവൂ എന്നവൻ സ്വയം ഉറപ്പിക്കുന്നു. രാത്രിയിൽ ജൂൺവു തൻ്റെ തലയും കാലും കൈയും മറച്ച് പുറത്തേക്ക് പോകുന്നു.
വഴിയിൽ അവൻ നിരവധി ശവശരീരങ്ങൾ കാണുന്നു. സമീപത്ത് ഒരു സോംബിയുടെ സാമീപ്യം മനസ്സിലാക്കിയ ജൂൺവു ഒച്ചയുണ്ടാക്കാതെ നടന്ന് മറ്റൊരു അപ്പാർട്ട്മെൻറ്റിൽ കയറുന്നു. അവിടെ നിന്ന് അവൻ ആഹാര സാധനങ്ങളും വാക്കി ടോക്കിയും എടുക്കുകയാണ്. പെട്ടെന്ന് കട്ടിലിൽ എന്തോ കണ്ട മട്ടിൽ അവൻ അതിൻ്റെ കവർ മാറ്റി നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ശവശരീരം കാണുന്നു. പെട്ടെന്ന് മറ്റൊരു സോംബി അവനെ ആക്രമിക്കുന്നു. ആ മരിച്ച സ്ത്രീയുടെ ശരീരം മറയാക്കി രക്ഷപ്പെടാൻ ജൂൺവു ശ്രമിക്കുന്നുണ്ടെങ്കിലും സോംബി പിന്തുടരുകയാണ്. ഗതികെട്ട ജൂൺവു ഒരു ഗോൾഫ് ക്ലബ് ഉപയോഗിച്ച് സോംബിയെ അടിക്കുന്നു. എന്നിട്ടവൻ വേഗം പുറത്തിറങ്ങി വാതിലടച്ച് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിക്കയറുന്നു. പിന്നീട് കുറച്ച് ആഹാരം അവൻ കഴിച്ചതിനു ശേഷം ഒരു വാക്കി ടോക്കിയും കുറച്ച് ഭക്ഷണവും യൂബിനും കൂടി അയച്ചു കൊടുക്കുന്നു. വാക്കി ടോക്കി ഉപയോഗിച്ച് പരസ്പരം പിന്തുണ നൽകുമെന്ന് അവർ സംസാരിക്കുന്നു. താനും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്ന് യൂബിൻ വെളിപ്പെടുത്തുന്നു. പിന്നീട് ഉച്ചഭക്ഷണം അവർ ഒരുമിച്ച് ഒരേ സമയം കഴിക്കുന്നതിനായി നൂഡിൽസ് ഉണ്ടാക്കുന്നു. പിന്നീട് ഭക്ഷണശേഷം അവർ വളരെയധികം സംസാരിക്കുന്നു. പെട്ടെന്ന് മഴ പെയ്യുന്നത് പോലെയുള്ള ശബ്ദം കേട്ട പുറത്തേക്ക് നോക്കി അവർ കാണുന്നത് ആ പ്രദേശത്തുള്ള എല്ലാ സോംബികളും കെട്ടിടങ്ങളുടെ അകത്തേക്ക് ഓടിക്കയറുന്നതാണ്. ഇത് കണ്ടതും അവർ നിശബ്ദരായി നിലത്ത് കിടക്കുന്നു. എന്നാലും യൂബിൻ അറിയാതെ ഒരു ഷെൽഫിൽ തട്ടുകയും അത് നിലത്ത് വീണ് ശബ്ദമുണ്ടാവുകയും ചെയ്യുന്നു. ശബ്ദം കേട്ട ഭാഗത്തെ അപ്പാർട്ട്മെൻറ്റിലേക്ക് സോംബികൾ ഓടുകയാണ്. ഇത് കണ്ട യൂബിൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട പോലെ പേടിക്കുകയാണ്. പക്ഷേ എല്ലാ യൂണിറ്റുകളും കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കിയ ജൂൺവു യൂബിൻ്റെ അയൽക്കാരന് ഫോൺ ചെയ്യുന്നു. ആ ശബ്ദം കേട്ട് ശ്രദ്ധ തിരിഞ്ഞ സോംബികളെ അവളുടെ വാതിലിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നു. ഇതേ റൂമുകളിൽ ഇനിയും താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. 8ാം നിലയിലെ ഒഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് യൂബിൻ അവനോട് പറയുന്നു. അവിടെ വെച്ച് ഇനി പരസ്പരം കാണാമെന്ന് അവർ ഉറപ്പിക്കുന്നു. അതിനുവേണ്ടി ജൂൺവു ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെങ്കിലും ഒരു കയറും ടേബിളും ഉപയോഗിച്ച് യൂബിൻ സുരക്ഷിതയായി താഴേക്കിറങ്ങുന്നു. ഇത് കണ്ട സോംബികൾ അവളെ പിന്തുടരുന്നു. കഴിയുന്നത്ര വേഗത്തിൽ അവൾ ഓടുകയും രക്ഷപ്പെടാനായി കയ്യിലുള്ള കോടാലി ഉപയോഗിച്ച് സോംബികളുമായി പോരാടുകയും ചെയ്യുന്നത് കണ്ട ജൂൺവു അവളുടെ അപാരമായ ധൈര്യത്തിലും കഴിവിലും അതിശയപ്പെടുന്നു. യൂബിൻ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഓടിയെത്തുന്നതിനിടയിൽ ഒരു തോക്ക് കാണുകയും അവൾ അതെടുക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ ഒരു സോംബി അവളുടെ മേൽ ചാടി വീണ് കടിക്കാനൊരുങ്ങുമ്പോഴേക്കും ജൂൺവു അവളെ രക്ഷിക്കുന്നു. പിന്നീട് ഇരുവരും കൂടി ഒരുമിച്ച് പോരാടുകയാണ്. അവിടെയുള്ള ഒരു കാർ മറയാക്കി കെട്ടിടത്തിലേക്ക് കയറുന്നതിനിടയിൽ തടസ്സം വരുന്ന സോംബികളെയെല്ലാം അവർ കൊല്ലുന്നു. അതിനുശേഷം അവർ അകത്ത് കയറി വാതിലടയ്ക്കുന്നു. സോംബികൾ ഗ്ലാസ് വാതിൽ തകർക്കുന്നതിന് മുൻപ് അവർ ലിഫ്റ്റിൽ കയറി 8ാം നിലയിലെത്തുകയും ലോക്ക് ചെയ്യാത്ത ഒരു അപ്പാർട്ട്മെൻറ്റിനായി തിരയുകയും ചെയ്യുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവർ കാണുന്നത് 8ാം നിലയുടെ ഇടനാഴിയിലൂടെ ഒരു കൂട്ടം സോംബികൾ അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നതാണ്. പിന്നീട് ഇരുവരും കൂടി അവരെ തടയുകയാണ്. പെട്ടെന്ന് യൂബിൻ ഒരു തുറന്ന വാതിൽ കാണുമ്പോൾ അങ്ങോട്ട് ഓടുന്നു. ആ നിമിഷം മറ്റൊരു വാതിൽ തുറന്ന് മുഖംമൂടി ധരിച്ചൊരാൾ പുറത്തു വരുന്നു. യൂബിനെ തൻ്റെ മുറിയിലേക്ക് തള്ളിയ ശേഷം അയാൾ സോംബികൾക്ക് നേരെ ഒരു സ്മോക്ക് ബോംബ് എറിയുന്നു. ആ നിമിഷം കൊണ്ട് ജൂൺവു കൂടി അകത്തേക്ക് ഓടിക്കയറുന്നു. എന്നിട്ട് പെട്ടെന്ന് വാതിലടയ്ക്കുന്നു. അയാൾ അവർക്ക് ആഹാരവും വെള്ളവും നൽകുന്നു. പക്ഷേ അയാളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ടെന്ന് ജൂൺവുവിനോട് യൂബിൻ സ്വകാര്യം പറയുകയാണ്. എന്നാലും അയാൾ നല്ലവനാണെന്ന് ജൂൺവു കരുതുകയാണ്. 8ാം നിലയിൽ താമസിക്കുന്നത് കൊണ്ട് സിഗ്നൽ നന്നായി ലഭിച്ചതിനാൽ രക്ഷാസേന വരുന്ന വിവരം റേഡിയോയിൽ കേട്ടതായി അയാൾ അവരോട് പറയുകയാണ്. രക്ഷാസേന വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷിക്കുകയാണ്. പെട്ടെന്ന് ജൂൺവു ബോധം കെട്ട് വീഴുന്നു. അയാൾ കൊടുത്ത വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു. കുറച്ച് വെള്ളം മാത്രം കുടിച്ചതിനാൽ തലകറക്കം മാത്രമാണ് യൂബിന് അനുഭവപ്പെട്ടത്. പെട്ടെന്ന് അയാൾ യൂബിനെ ബന്ദിയാക്കി മറ്റൊരു മുറിയിൽ സോംബിയായി മാറിയ തൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷിക്കാനായി ഇട്ടുകൊടുക്കുന്നു. ആ നിമിഷം ജൂൺവു ഉണർന്ന് അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്നും പറയുന്നു. പക്ഷേ അത് കേൾക്കാതെ അയാൾ തൻ്റെ ഭാര്യയെ കെട്ടിയിട്ട കയർ അഴിച്ചുവിടുകയാണ്. ജൂൺവു വേഗം ആ കയറിൻ്റെ അറ്റത്ത് കയറി പിടിക്കുന്നുണ്ടെങ്കിലും അകത്ത് സോംബിയുമായി യൂബിൻ പോരാടുന്നത് നമുക്ക് കാണാനാവുന്നതാണ്. ഈ തക്കം നോക്കി അയാൾ ഒരു കത്തി തിരയുകയാണ്. പൂർണ്ണമായും മയക്കത്തിൽ നിന്ന് ഉണരാത്തതിനാൽ ജൂൺവുവിന് വേണ്ടത്ര ശക്തി കിട്ടുന്നില്ല. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കയർ നഷ്ടപ്പെടുകയാണ്. വാതിൽ തുറക്കാൻ ജൂൺവു ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അവനെ തള്ളിമാറ്റുന്നു. റൂമിനകത്ത് യൂബിൻ ഒരു പുതപ്പ് ഉപയോഗിച്ച് സോംബിയുടെ മുഖം മൂടുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും അകത്ത് നിന്ന് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ പേടിച്ച് അയാൾ പോയി വാതിൽ തുറക്കുന്നു. പെട്ടെന്ന് യൂബിൻ സോംബിയെ അയാളുടെ മുന്നിലേക്ക് തള്ളിയിടുന്നു. സോംബി അയാളെ കടിക്കുന്നു. പക്ഷേ അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്നു. സോംബികളായ രണ്ടുപേരെയും തങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് യൂബിൻ അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നാൽ വെടിവെച്ച് കേട്ടപ്പോൾ തെരുവിലുള്ള സോംബികളുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു. സോംബികൾ കൂട്ടത്തോടെ കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറുകയാണ്. ഇതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട യൂബിൻ തൻ്റെ കൈവശമുള്ള തോക്ക് ജൂൺവുവിന് കൊടുത്തിട്ട് പറയുകയാണ്, സോംബികളുടെ ഭക്ഷണമായി മരിക്കുന്നതിലും നല്ലത് മനുഷ്യനായി മരിക്കുന്നതാണ്. അതിനാൽ നമുക്ക് സ്വയം വെടിവെച്ച് മരിക്കാം എന്ന് യൂബിൻ പറയുന്നു. ജൂൺവുവിന് അത് സമ്മതമല്ലെങ്കിലും യൂബിൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. അവസാനം കരഞ്ഞുകൊണ്ട് ജൂൺവു മരിക്കാൻ സമ്മതിക്കുന്നു. ആ നിമിഷം അവർ ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് രക്ഷാസേനയാണെന്ന് മനസ്സിലാക്കിയ അവർ ടെറസിലേക്ക് ഓടാനായി തീരുമാനിക്കുന്നു.
അവർ ഇടനാഴിയിലേക്ക് ഒരു സ്മോക്ക് ബോംബ് എറിയുകയും കുറച്ച് സോംബികളെ തള്ളി താഴത്തേക്കിടുകയുമാണ്. പക്ഷേ വേറൊരു കൂട്ടം സോംബികൾ അവരെ പിന്തുടർന്ന് യൂബിനെ കടന്നുപിടിക്കുകയാണ്. അവൾ ഒരു കോടാലി ഉപയോഗിച്ചും ജൂൺവു ഒരു സൈക്കിൾ ഉപയോഗിച്ചും സോംബികളെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളോട് ടെറസിലേക്ക് ഓടിപ്പോകാൻ ജൂൺവു നിർദ്ദേശിക്കുന്നു. അതനുസരിച്ച് അവൾ ഓടി ടെറസിലെത്തുകയും അവിടെ ഹെലികോപ്റ്റർ കാണാൻ കഴിയാതെ അവൾ നിരാശപ്പെടുന്നു. പെട്ടെന്ന് സോംബികളെ തള്ളിമാറ്റിക്കൊണ്ട് ജൂൺവു ഓടി വരികയും ടെറസിലേക്കുള്ള വാതിൽ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു. ഹെലികോപ്റ്റർ കാണാത്ത സങ്കടത്തിൽ രണ്ടുപേരും അലറിക്കരഞ്ഞു. ഈ സമയം സോംബികൾ വാതിൽ തുറന്ന് അവർക്ക് നേരെ ഓടി വരുന്നു. ജൂൺവു അവർക്ക് നേരെ വെടിയുതിർത്തെങ്കിലും രണ്ടുപേരെ മാത്രമേ കൊല്ലാൻ സാധിച്ചുള്ളൂ. ഭാഗ്യവശാൽ ഒരു ഹെലികോപ്റ്റർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അതിലുള്ള സൈനികർ വെടിവെച്ച് സോംബികളെ അവർക്കരികിൽ നിന്ന് അകറ്റുന്നു. അതേ നിമിഷം തന്നെ ജൂൺവും യൂബിനും വേഗം ഹെലികോപ്റ്ററിലേക്ക് ഓടിക്കയറുന്നു. തുടർന്ന് ഹെലികോപ്റ്റർ ആ നഗരത്തിൽ നിന്ന് പറന്നുയരുകയാണ്. പെട്ടെന്ന് ജൂൺവുവിൻ്റെ ഫോണിൽ സിഗ്നൽ ലഭിക്കുകയും ഞങ്ങൾ സുരക്ഷിതരാണെന്നുള്ള ഒരു സന്ദേശം മാതാപിതാക്കളിൽ നിന്ന് അവന് ലഭിക്കുകയും ചെയ്യുന്നു.